ഡിവൈഎഫ്ഐ കണ്ടനകം കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. റോഡുകൾ മാസങ്ങളായി പൊളിഞ്ഞുകിടന്നിട്ടും തുടർ നടപടി സ്വീകരിക്കാത്ത കാലടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. കണ്ടനകം കാലടി മേക്കാടിക്കുളം റോഡ് മാസങ്ങളായി പൊളിഞ്ഞുകിടന്നിട്ടും അത് ശരിയാക്കാനോ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാത്ത കാലടി പഞ്ചായത്ത് ഭരണസമിതിയുടെയും വാർഡ് മെമ്പറുടെയും അവഗണനയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കണ്ടനകം യൂണിറ്റ് കമ്മിറ്റി പ്രതിഷേധ റോഡ് ഉപരോധവും വാഴനടലും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കാലടി മേഖലാ ട്രഷറർ വിനീത് അധ്യക്ഷനായ പരിപാടി സിപിഎം കണ്ടനകം ബ്രാഞ്ച് സെക്രട്ടറി സുബീഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ തുടങ്ങിയതല്ല, ഒരു കൊല്ലത്തോളമായി ഈ റോഡ് ഇങ്ങനെ കെടുക്കാൻ തുടങ്ങി. ഇതിന് ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി MLA-യുമായി ബന്ധപ്പെട്ടപ്പോൾ MLA-യുടെ ഫണ്ട് ഈ കാലടി പഞ്ചായത്തിന് വേണ്ട എന്നുള്ളൊരു പിന്തുണ UDF-ന്റെ അധികാരികളിൽ നിന്നുണ്ടാവുകയും ഞങ്ങൾ ഈ റോഡിന് 25 ലക്ഷം രൂപ ഗ്രാമസഭയിൽ മെമ്പർ വാക്കാൽ പറഞ്ഞതാണ്. ഈ റോഡിന് 25 ലക്ഷം രൂപ ഈ റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അതേ മെമ്പർ തന്നെ പറയുന്നു 25 ലക്ഷം ഇല്ല, 12 ലക്ഷം രൂപയാണ് ഈ റോഡിന് ഫണ്ട് അനുവദിച്ചിരുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ റോഡ് ഇത്രയും മോശമാക്കാൻ ജിയോ കമ്പനിക്ക് വേണ്ടി കുത്തിപ്പൊളിക്കാൻ വേണ്ടി അനുവാദം കൊടുത്ത UDF പഞ്ചായത്ത് ഭരണസമിതി, അങ്ങനെ ആ കുത്തിപ്പൊളിക്കാൻ വേണ്ടി അനുവാദം കൊടുത്ത് ജിയോ കമ്പനിയുടെ അടുത്ത് ലക്ഷങ്ങൾ മേടിച്ച് അവർക്ക് അനുമതി കൊടുത്ത പഞ്ചായത്ത് ഭരണസമിതി ആ ലക്ഷങ്ങൾ പോലും ഈ റോഡിന്റെ മെയിൻ്റനൻസിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഈ റോഡ് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ജനങ്ങൾ വിദ്യാലയങ്ങൾ, വായനശാല, ഡിസ്പെൻസറി, റേഷൻ ഷോപ്പ് തുടങ്ങി നിരവധി പൊതുസ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നും അല്ലാത്തപക്ഷം തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും യോഗം അറിയിച്ചു. ഡിവൈഎഫ്ഐ കാലടി മേഖലാ പ്രസിഡന്റ് ഷാഹുൽ നരിപ്പറമ്പ്, ഷംനാഥ്, മെഹബൂബ്, അഭിലാഷ്, റാഫി, അനീഷ്, കവിത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. NCV ന്യൂസ്, എടപ്പാൾ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.